കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. നേരത്തെ ഏറ്റുമാനൂർ കോടതിയും ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. സീനിയർ വിദ്യാർത്ഥികളായ സാമുവൽ, ജീവ, റിജിൽജിത്ത്, രാഹുൽ രാജ്, വിവേക് എന്നിവരാണ് പ്രതികൾ. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, വിശദാംശങ്ങൾ. 11-നാണ് ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്ത കേസിൽ ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നത്. 5 പ്രതികളാണ് നിലവിൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സീനിയർ വിദ്യാർത്ഥികളായിട്ടുള്ള സാമുവൽ, ജീവ, റിജിൽജിത്ത്, രാഹുൽ രാജ്, വിവേക് എന്നിവരാണ് പ്രതികൾ. ഇവർ നിരന്തരമായി ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നേരത്തെ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയെയും ഇത്തരത്തിൽ ജാമ്യവുമായി സമീപിച്ചിരുന്നു. 2 ദിവസം ഇതുമായി ബന്ധപ്പെട്ട വാദം നടന്നിരുന്നു. വാദം പൂർത്തിയായതിനു ശേഷം ഇന്നത്തേക്ക് വിധി പറയാൻ വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയും ഇപ്പോൾ ജാമ്യം തള്ളിക്കൊണ്ട് ഉത്തരവായിരിക്കുകയാണ്. അതിക്രൂരമായിട്ടുള്ള റാഗിംഗ് ആണ് നടന്നത് എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായതാണ്. ഈ കേസിൽ മറ്റു പ്രതികളൊന്നും ഇല്ലാതെ ഈ 5 പ്രതികളെ മാത്രമാക്കിയാണ് പോലീസ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യം കോടതിയെയും അറിയിച്ചിരുന്നു. തുടർന്നാണ് ഇവരുടെ ജാമ്യം റദ്ദാക്കിക്കൊണ്ട് ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത്. മിഥുൻ, ഈ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ അതുപോലെ മറ്റൊരു അധ്യാപകൻ, അതായത് ഹോസ്റ്റലിൻ്റെ ചുമതലയുള്ള അധ്യാപകൻ, ഇവർക്ക് എതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? പോലീസ് എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഇവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ 5 പ്രതികളല്ലാതെ മറ്റുള്ളവർ ആരും ഇല്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പോലീസ് അത്തരത്തിലാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഈ 5 പ്രതികളല്ലാതെ കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം പോയിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കോളേജ് അധികൃതർ അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പടക്കം നടത്തിയ പരിശോധനയിൽ ആഭ്യന്തര അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പലിനെയും അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പലിനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു വകുപ്പ് തല നടപടി ഉണ്ടായിരുന്നു. മെഡിക്കൽ ബോർഡിന്റെ ഒരു തീരുമാനപ്രകാരമായിരുന്നു അത്തരത്തിലൊരു നടപടി ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് കേസിൽ ഉൾപ്പെടുത്താനോ ഇവരെ കൂടി കേസിന്റെ ഭാഗമാക്കാനോ ഉള്ള ശ്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നിരന്തരം സമരങ്ങളിലൂടെ എല്ലാം പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ആവശ്യപ്പെട്ടിരുന്നത് ഇവരെ കൂടി പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് വേണ്ടത് എന്നുള്ളതാണ്. കാരണം റാഗിങ്ങിന് വേണ്ടി ഇവർ അവസരം ഒരുക്കുകയായിരുന്നു. അത് ബോധപൂർവമോ അല്ലാതെയോ ഇത്തരത്തിൽ അവസരം ഒരുക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇതുവരെയും കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരെ ഈ കേസിന്റെ ഭാഗമാക്കി ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ DGPക്ക് നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ഇവരുടെ കൂടി പങ്ക് അന്വേഷിക്കുന്നതിന് വേണ്ടി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തണമെന്ന്. ജില്ലാ പോലീസ് മേധാവി തന്നെ ഈ സംഭവം നേരിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നൽകിയ വിവരം. പക്ഷേ എന്തായാലും ഈ അന്വേഷണവും കേസെടുക്കുന്ന തരത്തിലേക്ക് ഇവരെ കൂടി കേസിന്റെ ഭാഗമാക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറ്റപത്രം വൈകാതെ തന്നെ സമർപ്പിക്കുമെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നു. കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. നേരത്തെ ഏറ്റുമാനൂർ കോടതിയും ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. സീനിയർ വിദ്യാർത്ഥികളായ സാമുവൽ, ജീവ, റിജിൽജിത്ത്, രാഹുൽ രാജ്, വിവേക് എന്നിവരാണ് പ്രതികൾ. മിഥുൻ അയ്യപ്പനാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.